എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ 3 അപ്ഡേറ്റുകളാണ് ഈ നിമിഷത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ദിലീപ് ഡൽഹിക്ക് പോകുന്നു. അതായത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ സാക്ഷാൽ അമിത്ഷായെ കാണാൻ വേണ്ടി ദിലീപ് ഡൽഹിക്ക് പോകുന്നു. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കണ്ട കാലമത്രയും, അതായത് 2017 തൊട്ട് 2025 വരെയുള്ള കാലയളവിൽ, അതായത് ഇന്നലെയാണ് വിധി വന്നത്. ഈ 8 വർഷക്കാലം ദിലീപ് കേസിനെ കുറിച്ചോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞില്ല. പക്ഷേ ദിലീപ് എല്ലാം തുറന്ന് പറയാൻ പോകുന്നു. ഇന്ത്യ ടുഡേ നൽകിയ അഭിമുഖം വരും ദിവസങ്ങളിൽ നാളെയോ മറ്റന്നാളോ അത് പുറത്തുവിടാൻ പോവുകയാണ്. അതിൽ പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കേസിൽ തന്നെ മനഃപൂർവ്വം പ്രതി ചേർക്കാൻ വേണ്ടിയിട്ട് പോലീസിലെ ഉന്നതർ പ്രവർത്തിച്ചു, ഒരു ഗ്യാങ് പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്. അവർക്കെതിരെ, അതായത് ഒരു ഗൂഢാലോചന സംഘം പോലീസിൽ തന്നെ, പോലീസും സർക്കാരുമായി ബന്ധപ്പെട്ട ആൾക്കാർ പ്രവർത്തിച്ചു. അവർക്കെതിരെ ആ ഗൂഢാലോചന കുറ്റം ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ദിലീപ് കോടതിയിൽ പുതിയ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ മറ്റൊരു അപ്ഡേറ്റാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. ഏത് കോണ്ടെക്സ്റ്റിലാണ് ദിലീപ് ഡൽഹിക്ക് അമിത്ഷായെ കാണാൻ പോകുന്നത്? അതായത് നമ്മൾ ശ്രദ്ധിച്ചു കാണും, 2017 ഈ സംഭവം അരങ്ങേറുന്നത്. അത്ര വരെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ശരിക്കും ഒരു മുടിചൂടാ മന്നൻ തന്നെയായിരുന്നു. മുടിചൂടാ മന്നൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമസ്ത മേഖല നിയന്ത്രിക്കുന്ന ഒരാൾ, അതായത് വേണ്ടാത്ത ഒരു കാര്യം അദ്ദേഹം ചെയ്യാറില്ല. ഇൻഡസ്ട്രിയെ നല്ല രീതിയിൽ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഈ ദിലീപ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന സമയത്ത് തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ നല്ല ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന, ഒരു പ്രൊഡ്യൂസറേയും കാശ്, അതായത് കയ്യിലെ കാശ് പോകാത്തൊരവസ്ഥയുണ്ടായിരുന്നു. എല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു. അതായത് ആ സമയത്ത് പറയപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. അത് ദിലീപ് ആ സമയത്ത് സിനിമ നിയന്ത്രിക്കുന്ന സമയത്ത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് സിനിമ സെറ്റിൽ ലഹരി ഉപയോഗം, അതായത് അത്തരം കാര്യങ്ങൾ സ്ട്രിക്റ്റ് വിലക്കുണ്ടായിരുന്നു. അതായത് ഇത്തരം ഈ ഒരു എന്താ പറയുക, നമ്മുടെ കലാകാരന്മാരെ നശിപ്പിക്കുന്ന പല കാര്യങ്ങളും ഏത് സെറ്റിൽ ഇറങ്ങിയിറങ്ങുന്നുണ്ടോ ദിലീപ് ഇടപെട്ടിട്ട് അത് നല്ല രീതിയിൽ അതിനെ തടയിട്ടിരുന്നു. അതായത് ദിലീപ് ഉള്ള കാലത്ത് മലയാള സിനിമയിൽ അധികം ലഹരി ഒഴുകിയിരുന്നില്ല. പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ദിലീപ് പൊടുന്നനെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടിയെ ആക്രമിച്ച കേസിൽ അകത്താകുന്നു. പിന്നീട് മലയാള സിനിമയുടെ ആ ഒരു നിയന്ത്രണം ചില ജിഹാദി എലമെൻസിലോട്ട് പോകുന്നു. അപ്പോൾ ഈ കാലയളവിലാണ് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കള്ളപ്പണം ഒഴുകുന്നു. പിന്നെ ഇസ്ലാമിക ജിഹാദി ആശയം നമ്മളിലേക്ക് കുത്തിക്കയറ്റുന്ന പല സിനിമകളും പുറത്തിറങ്ങിയത്. അപ്പോൾ ഈ സമയത്തൊക്കെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ഒരു പക്ക ഹിന്ദുവാണ്. അതായത് കയ്യിൽ ചരട് കെട്ടിയും നെറ്റിയിൽ കുറിതൊട്ടും കഴുത്തിലും നെറ്റിയിലൊക്കെ കുറിതൊട്ടുന്ന ഒരു പക്ക ഹിന്ദു ആയിരുന്നു. അപ്പോൾ ദിലീപിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ദിലീപ് അതായത് ചെറിയ താഴെത്തട്ടുന്ന, അതായത് ഒരു സഹസംവിധായകനായിട്ട് കമലിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് തുടങ്ങിയതായിരുന്നു. പിന്നീടാണ് മലയാള സിനിമ എല്ലാം വെട്ടിപ്പിടിച്ചത്. അതായത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം ഇവരൊക്കെ വിലസി നിൽക്കുന്നൊരു സമയത്ത് തൻ്റേതായ സ്പേസ് ഉണ്ടാക്കിയെടുത്ത്, തൻ്റേതായ ആ കോമഡിക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്ത്, തൻ്റേതായ ഒരു പ്രേക്ഷകരെ സൃഷ്ടിച്ച് മുന്നേറുകയായിരുന്നു. അതായത് ഇവരോടൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടല്ല, ഇവരങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ തൻ്റേതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. അപ്പോൾ അതുമാത്രമല്ല, അതിനുശേഷം വലിയ രീതിയിലുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾ കൊച്ചിയിലൊക്കെ കെട്ടിപ്പടുക്കുന്നു. അതൊക്കെ ചിലരൊക്കെ കണ്ണിപ്പിടിച്ചിട്ടില്ല. ചിലരുടെ കടന്നു വരവ് തന്നെ, അതായത് ഇപ്പോൾ സിനിമയിൽ കാണുന്ന പൃഥ്വിരാജ്, അങ്ങനെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നിരന്തരം ആൻറ്റി നാഷണൽ സിനിമ എടുക്കുന്ന ആൾക്കാർ, സിനിമയിലൂടെ തൻ്റെ രാഷ്ട്രീയം പറയുന്ന ജിഹാദിയുടെ മൂഡ് താങ്ങുന്ന ആളാണ് ഈ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം, ഈ സ്പേസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ദിലീപ് അവിടെ ഉണ്ടെങ്കിൽ നടക്കില്ല എന്നുള്ള വ്യക്തമായ ഒരു ധാരണ ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ജിഹാദികൾ പൃഥ്വിരാജിനെ വിലക്കെടുക്കുന്നതും പൃഥ്വിരാജിനൊക്കെ ഉപയോഗിച്ചിട്ടുകൊണ്ട് അവർ വലിയ രീതിയിൽ ദിലീപിനെ തകർക്കാൻ തന്നെ ശ്രമിക്കുകയുണ്ടായിരുന്നു. ആ സമയത്ത് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. ഇവർ തന്നെ, അതായത് ഈ പറയുന്ന ജിഹാദി പൃഥ്വിരാജ് രാജപ്പൻ ടീമിൻ്റെ ആൾക്കാരെ തന്നെ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പൃഥ്വിരാജിൻ്റെ ഏത് സിനിമ ഇറങ്ങുന്ന സമയത്തും ഇവർ ദിലീപിൻ്റെ ആൾക്കാർ പൈസ വിട്ടിട്ട് കൂകി തോൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് പടം എത്ര നല്ലതായാലും കുറച്ച് ആൾക്കാർ കയറിയിട്ട് കൂകി തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം നല്ലതാണെങ്കിൽ ആൾക്കാർ കാണും. ഇനി ആരുടേതല്ല, ഏത് നടന്മാരെ ഒന്നും നോക്കണ്ട, പടം നല്ലതാണെങ്കിൽ ആൾക്കാർ കാണുമെന്നുള്ളൊരു അവസ്ഥ ഉണ്ട് മലയാള സിനിമയിൽ, പണ്ട് തൊട്ടേ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തന്നെയാണ് ഈ ദിലീപിനെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഈ പൃഥ്വിരാജും ഗ്യാങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുമായി എല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ പൊടുന്നനെ ദിലീപ് ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കുന്നു. ആ സമയത്ത് ജിഹാദികൾക്ക് പണമിറക്കി കള്ളപ്പണം ഇറക്കാൻ തുടങ്ങി. ഈ കള്ളപ്പണം ഇറക്കുന്ന ഇവിടെ തീവ്രവാദ സംഘടന സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മലയാള സിനിമയിൽ നിന്ന് ഒരുപാട് പണം ഇറക്കിയിട്ട് കള്ളപ്പണം വെളുപ്പിച്ചിട്ട് ഇവിടെ ഒരുപാട് ജിഹാദി ആക്ടിവിസം നടത്തിയിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവുകളുണ്ട് ദിലീപിൻ്റെ കയ്യിൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ സിനിമാ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജിഹാദി വൽക്കരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് ദിലീപിൻ്റെ കയ്യിലുണ്ട്. നമുക്കറിയാം, ഇന്നലെ വിധി വന്ന ഉടനെ തന്നെ ദിലീപ് നല്ല കോൺഫിഡൻസോട് കൂടിയാണ് മാധ്യമപ്രവർത്തകരുടെ മുഖം നോക്കി അടിക്കുന്ന രീതിയിലാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. അതായത് എങ്ങോട്ടെങ്കിലും പോകാമെന്നുള്ള രീതിയിലുള്ള മറുപടിയെ കൊടുത്തത്.
ശരിക്കും ആ ഒരു കോൺഫിഡൻസ് തന്നെ ശരിക്കും എല്ലാവർക്കും വായിച്ചെടുക്കാം. ദിലീപ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അതായത് തന്നെ ഇത്ര നാളും ഈ കഴിഞ്ഞ 8 വർഷക്കാലം വേട്ടയാടിയ തൻ്റെ കരിയറിലെ, അതായത് ആ ഒരു പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളോ, അതായത് വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന, കരിയറിൽ വലിയ പ്രോഗ്രഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പീരീഡായിരുന്നു ആ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമായത്. അത് നഷ്ടപ്പെടുത്തി, അത് മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി, താൻ ഈ നിരപരാധിയായിട്ടും തന്നെ അതിലേക്ക് വലിച്ചഴച്ചിട്ട് താൻ നിരന്തരം, അതായത് സിനിമാ മേഖലയിൽ എന്നേക്കുമായി അകന്ന് നിൽക്കണം, മാറി നിൽക്കണം, അതായത് തച്ചുടക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരുക്കിയ കെണിയായിരുന്നു ഇത്. അപ്പോൾ അതിനുവേണ്ടി സർക്കാരും കൂട്ടുന്നു. നമുക്കറിയാം ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് അന്വേഷിച്ച ബി സന്ധ്യ എന്താ പറഞ്ഞത്, ബി സന്ധ്യയാണ് ഈ മഞ്ജു വാര്യരുടെ പ്രതികരണത്തോടു കൂടിയാണ് ബി സന്ധ്യ ഇടപെടുന്നു. അത് ബി സന്ധ്യ അതിലുണ്ടായിരുന്നില്ല. അതായത് തനിക്ക് ഈ കേസ് വേണമെന്ന് പിണറായിയുടെ അടുത്ത് പറഞ്ഞു വാങ്ങിച്ചിരുന്നു. ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ പിണറായി തന്നെ എന്താണ് പറഞ്ഞത്, അതായത് ഇതിൽ ഒരു ഗൂഢാലോചന ഇല്ല എന്ന്. പിന്നീടാണ് ഇത്തരത്തിലെ ഗൂഢാലോചന കാര്യങ്ങളൊക്കെ കടന്നു വരുന്നത്. ബി സന്ധ്യ കടന്നു വരുന്നതിന് ശേഷമാണ് ഇത്തരം ഗൂഢാലോചനകൾ, ദിലീപിനേക്ക് മാപ്പ് ചെയ്യുന്ന ഗൂഢാലോചന തിയറീസൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ദിലീപിന് ഇൻഡസ്ട്രിയിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാക്കുക, എന്നേക്കുമായി ദിലീപിൻ്റെ കരിയർ അവസാനിപ്പിക്കുക, ഇതൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തത്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന മാറ്റം കണ്ടില്ല, ജിഹാദി ഐറ്റംസും ജിഹാദി മൂവീസൊക്കെ ഇപ്പം അവരുടെ ആശയങ്ങൾ കുത്തിനിറച്ച് ഇത് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദിലീപ് ഉണ്ടാവും ഇത് നടക്കില്ല, ഇവർ ഇൻഡസ്ട്രിയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുമാത്രമല്ല, വലിയ രീതിയിൽ കള്ളപ്പണം ഒഴുക്കി ഈ പീരീഡ്സിലൊക്കെ. അപ്പം ദിലീപിൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകൾ കൊണ്ട് ദിലീപിന് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടിട്ട് വ്യക്തമായി കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാൻ, തെളിവുകൾ സഹിതം ധരിപ്പിക്കാനാണ് ഇത്. നമുക്കൊരു ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിൻ്റെ ആ സമയത്തൊക്കെ വലിയ രീതിയിൽ അതിന് മുന്നേ തന്നെ ഇവരൊക്കെ ഒരുപാട് ഇതിനകത്ത് കള്ളപ്പണം ഇറക്കി, ഫിലിം ഇൻഡസ്ട്രി കള്ളപ്പണം ഇറക്കിയിട്ടുണ്ട്, ഒരുപാട് വെളുപ്പിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ തീവ്രവാദം വളർത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുമുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവുകൾ ദിലീപിൻ്റെ പക്കലുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ധരിപ്പിക്കാൻ തന്നെയാണ് ദിലീപിൻ്റെ തീരുമാനം. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ദിലീപിന് അമിത്ഷായുടെ അപ്പോയിൻമെൻറ്റ് കിട്ടി എന്ന് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാണോ, ഈ ഒരു ദിലീപിനെ വെറുതെ വിട്ടതിലേക്ക്, കോടതി വെറുതെ വിട്ടതിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് ഈ സംഘപരിവാർ പ്രൊഫൈൽസ് ആയിരുന്നു. അതായത് ദിലീപിനെ എന്ന് വെച്ചാൽ, ദിലീപിന് സംഘപരിവാർ പ്രൊഫൈൽസ് എന്ന് വെച്ചാൽ അവർ സത്യത്തിൻ്റെ കൂടെയാണ്, ഈ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണല്ലോ ഇപ്പം സംഗീതം എന്ന് പറയുന്നത്, സത്യം വിളിച്ച് പറയുന്നവരെ. അപ്പോൾ അവർ വലിയ രീതിയിൽ ഈ കേസിൻ്റെ ഈ കഴിഞ്ഞ 8 വർഷം സംഭവിച്ച പല സംഭവവികാസങ്ങളും ഇഴകീറി പരിശോധിച്ച് അതിൻ്റെ തെറ്റുകൾ 2 തട്ടിലാക്കിയിട്ട് ദിലീപിൻ്റെ തട്ട് തന്നെയാണ് എന്താ പറയേണ്ടത് താണിരിക്കുന്നത്. ഒരാൾക്കും അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ പ്രൊഫൈലിന് ഇത്തരത്തിലുള്ള ഇത് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഞാൻ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം അമിത്ഷായുടെ ഒരു അപ്പോയിൻമെൻറ്റ് ദിലീപിന് കിട്ടിയിട്ടുണ്ട്. ഇത് വലിയ രീതിയിലുള്ള ചലനങ്ങൾ കേരള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപ് ഈ കഴിഞ്ഞ 8 വർഷം ഒരു കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞില്ല. വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിരുന്നു, കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒരാളായിട്ട് പങ്കുവെക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ദിലീപ് അത് കഴിഞ്ഞ 8 വർഷമായിട്ട് അക്ഷരംപതി അനുസരിച്ചിരിക്കുകയാണ്. ഇനി അത്തരം ബാരിയേഴ്സ് ദിലീപിനില്ല. ദിലീപ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോവുകയാണ്. പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴും. നമ്മളൊക്കെ ഇത്ര നാളും കണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ, അതായത് ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെ ഇതാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇനി ദിലീപ് പറയട്ടെ, ഇനി ദിലീപിൻ്റെ ദിവസങ്ങളാണ്. ദിലീപ് പറയും, മറ്റുള്ളവർ അനുസരിക്കും എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മൾ ഇത്ര നാളും കേട്ടുകൊണ്ടിരുന്ന ഒരു ഭാഗത്തിൻ്റെ മാത്രം കാര്യങ്ങളാണ്. മറുഭാഗത്തിൻ്റെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എല്ലാം തകിടം മറയും. ഇത്ര നാളും തെറി വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ദിലീപിൻ്റെ മുന്നിൽ സാഷ്ടാംഗം വീണ് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരും ദിവസങ്ങളിൽ നാളെയോ മറ്റന്നാളോ ഹിന്ദുവായിട്ട് നൽകിയ അഭിമുഖം ഉടൻ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നിനെ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ കാർഡ്സും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ ഒരു ഇൻ്റർവ്യൂ പുറത്തു വരുന്നതോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയത്തിലെ സിനിമാ മേഖലയിലെ ആ നെക്സസ് ശരിക്കും പൊളിച്ചെടുങ്ങും. അതുമാത്രമല്ല, ഈ കേരള സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് ജിഹാദികളുടെ കടന്നുവരവോ, ഇതിനൊക്കെ പിന്നിൽ ആരാണ് ചുക്കാൻ പിടിക്കുന്നത്, ആരാണ് ഇവർക്ക് മുൻനിർത്തി കളിച്ചത് എന്നുള്ള കാര്യം എല്ലാം വിശദമായി പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോലീസിലെയും സർക്കാരിലും ഒരു വിഭാഗം ആൾക്കാർ ഗൂഢാലോചന നടത്തിയിട്ടാണ് തന്നെ ഇതിൽ പ്രതി ചേർത്തേ എന്നുള്ള അതുകൊണ്ട് ആ ഗൂഢാലോചന അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ദിലീപ് കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ്. അതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടുത്തെ പൊളിറ്റിക്സിലെയും ഈ സിനിമ ആ നെക്സസ് ഉണ്ടല്ലോ അത് പൊളിഞ്ഞടുങ്ങും. ആരൊക്കെയാണ് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ പുറത്തു വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കൂടാതെ അത് മാത്രമല്ല, അവർക്ക് തക്കതായ ശിക്ഷയും ലഭിക്കാൻ പോകുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത്. അപ്പോൾ ദിലീപ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കഴിഞ്ഞ
കഴിഞ്ഞ 8 വർഷക്കാലം എന്താ പറയുക മിണ്ടാതിരുന്നത്, താൻ അനുഭവിച്ച വേദന, അതായത് മറ്റുള്ളവർ തന്നെ സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിച്ച, മനഃപൂർവ്വം സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിച്ച ആൾക്കാരെ ഒന്നൊന്നായി പുറത്ത് വലിച്ചിടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ മുഖങ്ങളില്ല, മുഖംമൂടി വലിച്ചു കീറട്ടെ, അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ്ഡ് ആവട്ടെ. അതായത് മുഖംമൂടി അടിഞ്ഞ് നടക്കേണ്ട അവന്മാരൊക്കെ എക്സ്പോസ്ഡ് ആവട്ടെ. ദിലീപിൻ്റെ ഈ തുറന്ന പറച്ചിലിൽ വലിയ കോളിളക്കം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.